ടൂർ ഓപ്പറേറ്ററായ സക്കീർ ശ്രീനഗറിൽ നിന്ന് ചേരുകയാണ്. സക്കീർ, നിങ്ങളിപ്പോൾ കൂടെയുള്ള സംഘമടക്കം ഹോട്ടലിൽ തന്നെ തങ്ങുകയാണോ? അതെ അതെ, നമ്മുടെ സംഘങ്ങളോട് ശ്രീനഗറിലുണ്ട്. അവര് ശ്രീനഗർ ഹോട്ടലിലുണ്ട്. കുറച്ചുപേര് പാൽഗാം ഹോട്ടലിൽ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. അവരിപ്പം നിലവിൽ പാൽഗാം ഹോട്ടലിൽ തന്നെയാണ് ഉള്ളത്. അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇപ്പൊ അവർ സേഫ് ആയിട്ട് ഹോട്ടലിൽ തന്നെ താമസിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിഗതികൾ അവിടെ? നിലവിൽ ഇന്നലെ ഉച്ചക്ക് നടന്ന സംഭവത്തിന് ശേഷം കുറച്ച് പരിഭ്രാന്തി ഉണ്ടായെങ്കിലും നിലവിൽ കംപ്ലീറ്റ്ലി കൺട്രോളിലാണ്. ഇപ്പം മിലിറ്ററി പോലീസുകാരൊക്കെ കംപ്ലീറ്റ്ലി പ്രദേശം വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾക്ക് ഇപ്പോഴും നിലവിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവരും അതാത് ഹോട്ടലുകളിലും മറ്റൊക്കെ ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. എന്തായാലും ഈ പഹൽഗാമിൽ നിന്ന് ശ്രീനഗർ ഏതാണ്ട് ഒരു 90 കിലോമീറ്റർ ഒക്കെ അകലെയല്ലേ? ഈ ശ്രീനഗറും ഇപ്പോൾ കംപ്ലീറ്റ്ലി സൈന്യത്തിന്റെ ഒരു വലയത്തിൽ തന്നെയാണോ സക്കീർ? 93 കിലോമീറ്റർ ആണ് ഇവിടുന്ന് ശ്രീനഗറിൽ നിന്ന് പഹൽഗാമിലേക്കുള്ള ദൂരം. ഏകദേശം ഇന്നലെ രാത്രി അമിത്ഷാ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ കംപ്ലീറ്റ്ലി സൈന്യത്തിന്റെ വലയത്തിലായിരുന്നു. ഇപ്പോഴും നിലവിൽ ചെക്ക് പോയിന്റുകളൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. രാത്രിയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് നിലവിലുള്ളതിനേക്കാളും കൂടുതലായിട്ട് ചെക്ക് പോയിന്റുകളും സെക്യൂരിറ്റീസും ഒക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ടൂറിസ്റ്റുകളെയും വാഹനങ്ങളെയും ഒക്കെ പരിശോധിക്കുന്നുണ്ടോ അവിടെ? ടൂറിസ്റ്റുകളുടെ വാഹനങ്ങൾ അങ്ങനെ കാര്യമായിട്ട് പരിശോധിക്കുന്നില്ല. പക്ഷെ മറ്റു വാഹനങ്ങളൊക്കെ, ലോക്കൽസിന്റെ വാഹനങ്ങളൊക്കെ പരിശോധന കൂട്ടിയിട്ടുണ്ട്. ഇന്നലെ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? അവിടെ തന്നെയായിരുന്നോ? പഹൽഗാമിലായിരുന്നോ? ഞാൻ നിലവിലുണ്ടായിരുന്നത് ശ്രീനഗറിലായിരുന്നു. പക്ഷെ നമ്മുടെ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവര് ആരു വാലി, ബാറ്റ വാലി എന്നൊക്കെ പറയുന്ന വേറൊരു ഭാഗമുണ്ട്. അവിടെ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് പോണി റൈഡ് പോകുന്ന ഒരു സ്ഥലമാണ് ഈ ബൈസരൻ വാലി എന്ന് പറയുന്നത്. മറ്റു വാഹനങ്ങൾ എടുത്ത് ടൂറിസ്റ്റുകൾ പോകുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് ആരുവാലി, ബാറ്റ വാലി എന്നൊക്കെ പറയുന്ന സ്ഥലം. ഇത് കുറച്ച് അഡ്വഞ്ചർ ഏരിയ ആയതുകൊണ്ട് കുറച്ച് പ്രായമുള്ള ടൂറിസ്റ്റുകളൊക്കെ അങ്ങോട്ട് പോകല് കുറവാണ്. പക്ഷെ നമ്മുടെ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നത് ആരുവാലി, ബാറ്റ വാലി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. പക്ഷെ ഒരുപാട് പേര്, മലയാളികൾ ഒരുപാട് പേര് ബൈസരൻ വാലിയിൽ ഈ സമയത്ത് ഉണ്ടായിരുന്നു. കാരണം അതൊരു പ്രൈം ടൈമിലായിരുന്നു. എല്ലാ ടൂറിസ്റ്റുകളും ശ്രീനഗറിൽ നിന്ന് പോയി അവിടെ എത്തുന്ന ഒരു സമയം ഒരു 12, 1 മണി, 2 മണി സമയത്താണ്. അപ്പൊ ആ ഒരു സമയത്താണ് ഇതുണ്ടാവുന്നത്. അപ്പോൾ ഇന്നലെ ഈ സംഭവം വിവരം അറിഞ്ഞതിന് പിന്നാലെ എല്ലാവരും അതായത് ഹോട്ടലുകളിലേക്ക് അല്ലെങ്കിൽ പിന്നീട് ശ്രീനഗറിലേക്കൊക്കെ മടങ്ങുകയാണോ ചെയ്തത്? ഒരുവിധം ടൂറിസ്റ്റുകളൊക്കെ പഹൽഗാമിൽ നൈറ്റ് സ്റ്റേ ഉണ്ടാവുന്നത് കുറവാണ്. പൊതുവെ ടൂറിസ്റ്റുകൾ ശ്രീനഗറിൽ പോയി വരാറാണ് പതിവ്. അപ്പം അങ്ങനെയുള്ള ടൂറിസ്റ്റുകൾ എല്ലാവരും തിരിച്ചു വരികയാണ് ചെയ്തത്. കുറച്ചുപേര് പഹൽഗാമിൽ നൈറ്റ് സ്റ്റേ ഉള്ള ആൾക്കാർ അവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. പല ടൂറിസ്റ്റുകളും തിരിച്ച് ശ്രീനഗറിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ടൊന്നും തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവർ ഇന്ന് രാവിലത്തോടു കൂടി എല്ലാവരും തിരിച്ചു വരും. ഇന്നിപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്ലാൻ? എങ്ങനെയാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കാൻ തന്നെയാണോ തീരുമാനിച്ചിട്ടുള്ളത്? ഇന്ന് നിലവിൽ ഇവിടെ ഒരു ബന്ദിന് ആഹ്വാനം ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ ഒരു യൂണിയൻ, അത് കച്ചവടക്കാർ, ടൂറിസ്റ്റുകൾ, ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയൊക്കെയുള്ള യൂണിയൻസിന്റെ ഒരു കൂട്ടായ്മ ഇവിടെ ഒരു എൻഡയർ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി പഹൽഗാമില് ഒരു പ്രതിഷേധ സംഗമം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ടൂറിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ലോക്കൽസും അവര് ടൂറിസ്റ്റ് ഞങ്ങളുടെ ജീവനാണ്, ഇതിനെതിരെ അറ്റാക്ക് ചെയ്തതിനെതിരെ വൻ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്നും ഒരു പ്രതിഷേധ ബന്ദ് ഇവിടെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം രാവിലെ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞാലാണ് ഇതിന്റെ ഇത് സ്ഥിതി അറിയാൻ പറ്റുള്ളൂ ഇവിടെ. എന്തായാലും മലയാളികൾ അടക്കമുള്ളവർക്കൊക്കെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ നിലവിൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കുറച്ച് പരിഭ്രാന്തരാണെങ്കിലും ടൂറിസ്റ്റുകൾ, പക്ഷെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. മറ്റു ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇന്ന് ഓപ്പൺ ആവും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ ഈ ഒരു ബന്ദ് ഉള്ളത് കൊണ്ട് ചിലപ്പം കടകളും മറ്റും അടഞ്ഞു കിടക്കാൻ സാധ്യതയുണ്ട്.